നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഈ മക്കളുടെ മുമ്പിൽ തോറ്റു കൊടുക്കാൻ അച്ഛനമ്മമാർക്ക് ഇഷ്ടമുള്ളതുപോലെ അച്ഛൻ്റെ മുമ്പിൽ തോക്കാൻ എനിക്കിഷ്ടമാണ്. അതിന് തോൽവി എന്ന് പറയാൻ പറ്റില്ലല്ലോ, സ്നേഹം എന്നല്ലേ പറയാൻ പറ്റൂ. ഓക്കെ ചെല്ല. ശരി അച്ഛൻ. ഞാൻ അവരെ കണ്ടു. ഇതിനു മുൻപ് എവിടെയോ കണ്ടതുപോലെ തോന്നുകയും ചെയ്തു. അത് മോൾക്ക് തോന്നുന്നായിരിക്കും. വരൂ, നമുക്ക് ഫിദയുടെ അടുത്തേക്ക് പോവാം. എന്താന്ന് വെച്ചാ ചന്ദ്രേട്ടൻ തന്നെ ചോദിക്ക്. ഞാൻ ചോദിച്ചപ്പോ അവൻ എന്നോട് ബഹളം വെക്ക. എന്താടാ? എനിക്കിനി കണിമംഗലം അസോസിയേഷനിൽ പോകാൻ പറ്റില്ല. എന്താ? പോകാൻ പറ്റില്ല, അത്ര തന്നെ. കണിമംഗലം അസോസിയേറ്റ്സിന്റെ ഓഫീസിൽ നിന്നെ ഞാൻ കൊണ്ടുവന്നിരുത്തിയതിന് ലക്ഷ്യങ്ങളുണ്ട്. ആ ലക്ഷ്യങ്ങളൊക്കെ കൃത്യമായി നടന്നിരുന്നല്ലോ. ഓഫീസിന്റെയും സ്ഥാപനങ്ങളുടെയും ചാർജ് വല്യച്ഛനായിരുന്നപ്പോ എന്റെ ഇഷ്ടങ്ങളൊക്കെ അവിടെ നടക്കുമായിരുന്നു. എന്നോടാരും ഇന്നുവരെ കണക്ക് ചോദിച്ചിട്ടില്ല. അക്കൗണ്ടിൽ നിന്നും ഞാൻ എടുക്കുന്ന പണം ഇതുവരെ ആരും ചെക്ക് ചെയ്തിട്ടുമില്ല. പക്ഷേ ഇപ്പൊ അതല്ല അവസ്ഥ. വരുൺ എല്ലാം പരിശോധിച്ചു തുടങ്ങിയിരിക്കുന്നു. അക്കൗണ്ട് സെക്ഷനിലേക്ക് കൃത്യമായി ഉത്തരവും പോയിട്ടുണ്ട്. വരുണിന്റെ അനുമതി ഇല്ലാതെ ഒരു പൈസ പോലും എടുക്കാൻ പാടില്ലെന്ന്. അപ്പൊ പിന്നെ ഞാൻ ആരാച്ച? മാസക്കൂലി വാങ്ങിക്കുന്ന മറ്റു തൊഴിലാളികളിൽ നിന്നും എനിക്കുള്ള പ്രത്യേകത എന്താ? അങ്ങനെയൊക്കെ ചെയ്തു അവൻ? ചെയ്തു അമ്മേ. അത് മാത്രമല്ല, അവിടുത്തെ മറ്റ് സ്റ്റാഫുകളുടെ മുന്നിൽ വെച്ച് എന്റെ ഉത്തരവാദിത്തങ്ങളെ കുറിച്ച് പറഞ്ഞ് എന്നെ ശാസിക്കാനും ശ്രമിക്കുന്നു. ക്യാൻറ്റീനിൽ വെച്ച് ഒരുത്തൻ എന്നോട് ചോദിക്കുക, വരുൺ സാറിന്റെ മുന്നില് സാറിനൊട്ടും വിലയില്ല അല്ലേന്ന്. എന്റെ കാര്യം മാത്രമല്ല, നാളെ അച്ഛന്റെ അവസ്ഥയും ഇത് തന്നെ ആയിരിക്കും. ഒന്നോ രണ്ടോ തവണ പരാജയപ്പെടുമ്പോ പിന്മാറാൻ തീരുമാനിച്ചാൽ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് തന്നെയാ പിന്മാറുന്നത്. മറിച്ച് ചിന്തിക്കടാ, ഇന്ന് അവനിരിക്കുന്ന കസേരയിൽ അന്തസ്സോടെ അധികാരത്തോടെ നീ ഇരിക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കേ. കാര്യം ശരിയാ, കമ്പനിയുടെ നിയന്ത്രണം ഏറ്റെടുത്തിട്ട് അവൻ അല്പം പേരെടുത്തിട്ടുണ്ട്. ആ പ്രശസ്തി ഒന്ന് നുള്ളിക്കളഞ്ഞാല് ചെറുക്കം വാടിപ്പോവും. നമ്മളൊന്നും ആലോചിച്ചിട്ട് ഒരു കാര്യമില്ല ചാ. തോറ്റ് തോറ്റ് തലകുനിക്കുന്ന സ്വന്തം മുഖം കണ്ട് നാണക്കേട് തോന്നുവാ. നാളെ കമ്പനിയിൽ ഒരു പ്രധാന മീറ്റിംഗ് ഉണ്ട്. ഏട്ടന്റെ ഐഡിയയിലുള്ളൊരു പ്രോജക്റ്റാ. അത് വിശദീകരിക്കുന്നതും നിയന്ത്രിക്കുന്നതും വരുണായിരിക്കും. ഏട്ടൻ ഒരുപാട് പ്രതീക്ഷയുള്ള ആ ഡീല് നടത്തിയെടുക്കാൻ വരുണിന് കഴിഞ്ഞില്ലെങ്കിൽ വരുണിലുള്ള വിശ്വാസം ഏട്ടന് നഷ്ടപ്പെടും. അതേപോലെ തന്നെ ഡിസ്കഷന് വരുന്നവർക്കും. ബിസിനസ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വരുന്നവർ പുറത്തു പോയാൽ വരുണിന്റെ കഴിവുകേടിനെ കുറിച്ച് അവർ പുറത്തു പറയും. വിശ്വാസം നഷ്ടപ്പെട്ട ഒരു വ്യവസായിക്ക് പിന്നെ നിലനിൽപ്പുണ്ടാവില്ല. അപ്പൊ എന്താ വേണ്ടത്? ആ വിശ്വാസം നഷ്ടപ്പെടുത്താൻ എന്താ വേണ്ടത്? അത് ചെയ്യണം. കണിമംഗലം പരമേശ്വരൻ മകനെ യോദ്ധാവായി ഇറക്കുമ്പോ പകരം അതിനേക്കാൾ ശക്തനായ നിന്നെ ഇറക്കാൻ ഈ കണിമംഗലം ചന്ദ്രശേഖരനും അറിയാം. ഗൗതം ഓഫീസിൽ ചെയ്തു കൂട്ടുന്ന കാര്യങ്ങൾ എനിക്ക് അറിയാഞ്ഞിട്ടല്ല. ഒരു മകനോടുള്ള വാത്സല്യം ഒരു നടപടി എടുക്കുന്നതിൽ തന്നെ തടയുന്നു. ഈ ബിസിനസ്സില് വാത്സല്യത്തിന് സ്ഥാനമുണ്ടോ അച്ഛാ? ഇപ്പൊ ഞാൻ ഓഫീസിലിരുന്ന് കാര്യങ്ങൾ ചെയ്യുന്നത് അച്ഛന് പകരമാണ്. അതുകൊണ്ട് എനിക്ക് എന്തും ചെയ്യാൻ അർത്ഥമുണ്ടോ?
അച്ഛാ, നമ്മൾ പ്രൊഫഷണൽ ആയിരിക്കണ്ടേ? അല്ലെങ്കിൽ പിന്നെ എന്ത് ബിസിനസ്? നീ പറഞ്ഞത് ശരിയാ. പക്ഷേ കുറെ നാൾ കഴിഞ്ഞ് ഒരു മകനോ മകളോ ജനിച്ചു കഴിയുമ്പോൾ അച്ഛൻ ഈ പറയുന്ന വാത്സല്യത്തിന്റെ അർത്ഥം നിനക്ക് മനസ്സിലാവും. അച്ഛനമ്മമാര് തോറ്റുകൊടുക്കുന്നതും കണ്ണടയ്ക്കുന്നതും മക്കളുടെ കാര്യത്തിൽ മാത്രമാണ്. അതൊരു തോൽവിയായിട്ട് ആരും മനസ്സിൽ വെക്കാറുമില്ല. അതടുത്ത തലമുറയ്ക്കുള്ള സന്ദേശമോ സമ്മാനമോ അങ്ങനെയൊക്കെ പറയാം. സോ തൽക്കാലം എനിക്ക് ഒരു കുഞ്ഞ് ജനിച്ച് അത് വളരുന്നത് വരെ അല്പം സ്ട്രിക്റ്റ് ആവാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, അല്ലേ? അച്ഛൻ നടത്തിയ ബിസിനസ്സുകളെല്ലാം അതേപോലെ തന്നെ നടത്തുക എന്നുള്ളതല്ല എൻ്റെ ലക്ഷ്യം. അതിനേക്കാളും ഒരു പടി മുകളിൽ, അതിനേക്കാളും നേട്ടം ഉണ്ടാക്കിക്കൊണ്ട് എനിക്ക് മുന്നോട്ട് പോകണം. ഓക്കെ, വെരി ഗുഡ്. എന്താണ് നാളത്തെ മീറ്റിംഗിന്റെ പ്ലാൻ? ഞാൻ പ്രിപ്പയർ ചെയ്ത് വരുന്നതേ ഉള്ളൂ. നീ കമ്പനിയുടെ ചാർജ് ഏറ്റെടുത്തതിന് ശേഷം ആദ്യത്തെ ഇൻവെസ്റ്റേഴ്സ് മീറ്റാണ്. അവിടെ നീ അവർക്ക് കൊടുക്കുന്ന കോൺഫിഡൻസ്, അതാണ് മുന്നോട്ടുള്ള യാത്രയിൽ നിനക്ക് ഉപകാരപ്പെടുക, കമ്പനിക്ക്. കണിമംഗലം അസോസിയേറ്റ്സിൽ എല്ലാവർക്കും വിശ്വാസമുണ്ട്. അതുപോലെ ആയിരിക്കണം നീ പ്രസന്റ് ചെയ്യുന്ന പുതിയ പ്രോജക്റ്റും. അത് വർക്കൗട്ടായാൽ പെട്ടെന്നൊരു കുതിച്ചുചാട്ടം നമ്മുടെ കമ്പനിക്ക് ഉണ്ടാവും. ബിസിനസ് വൃത്തങ്ങൾ നിന്നെക്കുറിച്ച് തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കും. എനിക്കതാണ് കേൾക്കേണ്ടത്. അച്ഛൻ പേടിക്കണ്ട, ഞാൻ വേണ്ട പോലെ പ്രിപ്പയർ ചെയ്യാം. എന്നിട്ട് അച്ഛൻ്റെ മുന്നിൽ അത് പ്രസന്റ് ചെയ്യാം. എന്നിട്ട് ഞാനത് അവരുടെ മുമ്പിൽ അവതരിപ്പിക്കും. എന്നാൽ ഞാൻ നിന്റെ സമയം കളയുന്നില്ല. ഡു ദ പ്രിപ്പറേഷൻസ്. ഓക്കെ അച്ഛാ. മോനെ, ചിലപ്പോഴൊക്കെ നിന്നെ ശകാരിക്കേണ്ടി വന്നിട്ടുണ്ട്, ചിലപ്പോഴൊക്കെ നിന്നെ വേദനിപ്പിക്കേണ്ടിയും വന്നിട്ടുണ്ട്. അതൊക്കെ അച്ഛാ, അച്ഛൻ്റെ സ്നേഹമാണത്, അതെനിക്കറിയാം. ഈ മക്കളുടെ മുമ്പിൽ തോറ്റു കൊടുക്കാൻ അച്ഛനമ്മമാർക്ക് ഇഷ്ടമുള്ളതുപോലെ അച്ഛൻ്റെ മുമ്പിൽ തോക്കാൻ എനിക്കിഷ്ടമാണ്. അതിനെ തോൽവി എന്ന് പറയാൻ പറ്റില്ലല്ലോ, സ്നേഹമെന്നല്ലേ പറയാൻ പറ്റൂ. ഓക്കെ, ചെല്ല. ശരി അച്ഛൻ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.